ഗാസ പട്ടിണിയിലെന്ന് സംബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിൽ കൂടുതൽ ഭക്ഷ്യകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും മറ്റു രാജ്യങ്ങളുമായി സഹകരിച്ച് മാനുഷിക സഹായം ഉറപ്പാക്കുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം മുന്നോട്ട് വെച്ച ഐക്യരാഷ്ട്ര സമ്മേളനം അമേരിക്കയും ഇസ്രായേലും ബഹിഷ്കരിച്ചു. 22 മാസത്തോടടുക്കുന്ന യുദ്ധത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 60,000 കടന്നെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം. സ്കോട്ട്ലാൻഡിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഗാസയിലെ ഭക്ഷ്യക്ഷാമത്തിൽ ട്രംപ് പ്രതികരണം നടത്തിയത്. ഗാസ പട്ടിണിയിലാണെന്നും ആ യാഥാർത്ഥ്യം അവിടുത്തെ കുട്ടികളെ കണ്ടാലറിയാം എന്നുമായിരുന്നു പ്രസ്താവന. ഗാസയിൽ കൂടുതൽ ഭക്ഷണം എത്തിക്കാൻ ഇസ്രായേലിന് പലതും ചെയ്യാമെന്നും സാഹചര്യം കൈകാര്യം ചെയ്യാൻ മറ്റേതെങ്കിലും മാർഗം സ്വീകരിക്കണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ഗാസയിലെ പട്ടിണി കല്ലുവച്ച നുണയാണെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതിന് പിന്നാലെയായിരുന്നു പ്രതികരണം. has become very difficult to deal with in the last couple of days because they don't want to give up these last 20 because they think as long as we have them, they have protection. But I don't think it can work that way. So I'm speaking to Bibi Netanyahu, and we are coming up with various plans. We're going to say it's a very difficult situation. If they didn't have the hostages, things would go very quickly. അതേസമയം ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിന് ദ്വിരാഷ്ട്ര പരിഹാരം ചർച്ച ചെയ്യാൻ ചേർന്ന UN സമ്മേളനം ഇസ്രായേലും അമേരിക്കയും ബഹിഷ്കരിച്ചു. വെടിനിർത്തലിനും സമാധാനത്തിനും വഴങ്ങാത്ത ഹമാസിനുള്ള സമ്മാനം എന്നാണ് വിട്ടുനിൽക്കലിനെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വിശേഷിപ്പിച്ചത്. ഫ്രാൻസും സൗദിയും ആതിഥേയത്വം വഹിച്ച സമ്മേളനത്തിൽ ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിലും ദീർഘകാല പ്രശ്ന പരിഹാരത്തിനും US ഇടപെടൽ അനിവാര്യമാണെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് പറഞ്ഞു. ട്രംപിനെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ടായിരുന്നു സൗദിയുടെ പ്രസ്താവന. ഇതിനിടെ ഗാസയിൽ വ്യോമമാർഗം സഹായം എത്തിക്കുമെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ് പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച 10 മണിക്കൂർ താൽക്കാലിക വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. അൽമവാസി, ഡൈറുൽ ബലാഹ്, ഗാസ സിറ്റി എന്നീ 3 പ്രധാന കേന്ദ്രങ്ങളിൽ നടപ്പിലാക്കുന്ന വെടിനിർത്തലിനിടെ UAE, ജോർദാൻ, ഈജിപ്ത് രാജ്യങ്ങളിൽ നിന്നുള്ള കൂടുതൽ സഹായങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്തു വരികയാണ്. ഗാസ സിറ്റിയിൽ സഹായത്തിനായി കൂട്ടം ചേർന്നവർക്കിടയിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ വഹിച്ച പെട്ടികൾ വീണ് 10 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഇതിനിടെയുണ്ടായി. ഗാസ മുനമ്പിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഇടവേളകളില്ലാതെ തുടരുകയാണ്. തിങ്കളാഴ്ച ഖാൻ യൂനൂസിൽ സഹായം കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.